quantitative aspects of electrolysis. Michael Faraday was the first scientist who described the quantitative aspects of electrolysis. അപ്പോൾ ഇലക്ട്രോളിസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മൈക്കൽ ഫാരഡേ ആണ്. അദ്ദേഹത്തിൻ്റെ 2 നിയമങ്ങളിലൂടെയാണ് അദ്ദേഹം ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഫാരഡേസ് നിയമം എന്ന് നോക്കാം. ഫാരഡേസ് ഫസ്റ്റ് ലോ നമുക്ക് നോക്കാം. The amount of chemical reaction which occurs at any electrode during electrolysis by a current is proportional to the quantity of electricity passed through the electrolyte, that is solution or melt. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അതിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിസിറ്റിക്ക് ആനുപാതികമായി, ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ആനുപാതികം ആയിരിക്കും. അല്ലെങ്കിൽ ആ നിയമത്തെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. ദി മാസ് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് at an electrode is directly proportional to the quantity of electricity passed through the electrolyte. അപ്പോൾ ഒരു ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇലക്ട്രോഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ, ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് നേരനുപാതത്തിൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഡബ്ല്യു എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വസ്തുവിൻ്റെ മാസും ക്യൂ എന്ന് പറയുന്നത് അതിലൂടെ കടത്തിവിടുന്ന കറണ്ടിൻ്റെ ക്വാണ്ടിറ്റിയുമാണെങ്കിൽ നമുക്ക് എഴുതാം ഡബ്ല്യു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ. ഇപ്പോൾ നമ്മൾ ക്യൂവിനെ പറ്റി നമുക്ക് നേരത്തെ അറിയാം. ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടി, വെർ ഐ ഈസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ടി ഈസ് ദി ടൈം. ദാറ്റ് ഈസ് ഡബ്ല്യു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ടി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഓർ ഡബ്ല്യു ഈസ് ഈക്വൽ ടു സെഡ് ഐ ടി. W is equal to ZIT എന്ന് നമുക്ക് എഴുതാം. where Z is the electrochemical equivalent. Okay, but I is intensity of electricity, current strength ആണ്, strength of electricity, strength of current. Then T is the time. but W is equal to ZIT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലോ, ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറയുന്നത്. ഓക്കെ, ഫാരഡേസ് സെക്കൻഡ് ലോ എന്താ നമുക്ക് നോക്കാം. ദി എമൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് മാസസ് ഓഫ് ലിബറേറ്റഡ് ബൈ ദി സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിംഗ് ത്രൂ ദി ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആർ പ്രൊപ്പോർഷണൽ ടു ദെയർ കെമിക്കൽ ഇക്വലന്റ് വെയ്റ്റ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ അതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. when the same quantity of electricity is passed through different electrolytes joined in series, the mass of substances found at the electrode are proportional to their respective chemical equivalent mass. ഓക്കെ, അപ്പോൾ സീരീസിൽ കണക്ട് ചെയ്തിട്ടുള്ള 2 ഇലക്ട്രോലൈറ്റുകൾ, ആ ഇലക്ട്രോലൈറ്റിലൂടെ ഒരേ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യുന്നു. അങ്ങനെ ഒരേ ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ മാസിൻ്റെ റേഷ്യോ, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റും ബി എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റുമാണ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തെന്ന് കരുതാം. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് ഓഫ് എ ഡെപ്പോസിറ്റഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബി ഡെപ്പോസിറ്റഡ് ഇസ് ഈക്വൽ ടു ഇക്വലന്റ് മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് ബി എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വസ്തുക്കളുടെ മാസിൻ്റെ റേഷ്യോ അവയുടെ ഇക്വലന്റ് മാസിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഓർ കെമിക്കൽ ഇക്വലൻറ്റിൻ്റെ മാസിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഫാരഡേസ് സെക്കൻഡ് ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, താങ്ക് യു.